PSC എന്നാൽ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നായിരുന്നത് ഇപ്പോൾ പാർട്ടി സർവീസ് കമ്മീഷൻ എന്നാക്കി മാറ്റിയിട്ടുണ്ട് ചിലർ. വ്യാപകമായ പരാതികൾ PSC നടത്തുന്ന പരീക്ഷകളുമായി ബന്ധപ്പെട്ടിപ്പോൾ ഉയർന്നു വരികയാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നുണ്ട്. ക്രൈംബ്രാഞ്ചിന് നിലവിൽ 90 പരീക്ഷകളുമായി ബന്ധപ്പെട്ടാണ് ക്രമക്കേട് പരാതികൾ ഉയർന്നു വന്നിട്ടുള്ളത്. പരാതികൾ ലഭിച്ചിരിക്കുന്നത് നിലവിൽ ആസൂത്രണ ബോർഡ് ചീഫ് പരീക്ഷയുമായി ബന്ധപ്പെട്ടാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം നടക്കുന്നത്. അതിൽ തന്നെ ഈ പരീക്ഷയിൽ ഇടത് സർവീസ് സംഘടനാ പ്രവർത്തകനായ അരുണിന് 1ാം റാങ്ക് കിട്ടാനായി വലിയ രീതിയിലുള്ള ക്രമക്കേടുകളും വഴിവിട്ട ഇടപെടലുകളും നടന്നു എന്നാണ് ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ. അതിൽ പരീക്ഷ എഴുതി അരുൺ ഉത്തരം എഴുതാത്ത 10 ചോദ്യങ്ങൾ ആ മൂല്യനിർണ്ണയത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞില്ല അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഹോട്ടൽ മാനേജ്മെന്റ് എന്ന പരീക്ഷയുമായി ബന്ധപ്പെട്ടും സമാനമായ രീതിയിലുള്ള പരാതികളും ക്രമക്കേട് ആരോപണവും ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. 90 പരീക്ഷകളുമായി ബന്ധപ്പെട്ടാണ് ഇനി ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്താൻ പോകുന്നത്. സത്യത്തിൽ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കേരളത്തിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് PSCയെ വിശ്വസിച്ച് പരീക്ഷ എഴുതി ഒരു ജോലി കിട്ടും എന്ന് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. ആ പ്രതീക്ഷകൾക്ക് മേലല്ലേ ഇപ്പോൾ കരിമങ്ങളേറ്റിരിക്കുന്നത് എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ദാവൂദ്, സത്യത്തിൽ PSCയുടെ വിശ്വാസ്യത അമ്പേ തകർന്നിരിക്കുകയല്ലേ? തീർച്ചയായിട്ടും അത് PSCയുടെ വിശ്വാസ്യത തകരുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ചായി തുടങ്ങിയിട്ട്. കുറച്ച് മുമ്പ് നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ഈ യൂണിവേഴ്സിറ്റി കോളേജിലെ SFIയുടെ 2 അവർ ഗ്രൂപ്പായി തിരിഞ്ഞ് പരസ്പരം ഏറ്റുമുട്ടുകയും കത്തിക്കുത്തിൽ ഏർപ്പെടുകയും ചെയ്ത സമയത്താണ് ആദ്യമായിട്ട് ഈ PSC വെച്ച് നടത്തുന്ന തട്ടിപ്പുകൾ പുറത്തു വരുന്നത്. അന്ന് പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയിൽ ഇതിൽപ്പെട്ട ഈ കത്തിക്കുത്തിൽ പ്രതികളായിട്ട് 1, 2, 3 പ്രതികൾ അല്ലേ, ഇതിൽ 1ാം റാങ്ക് 1, 2, 3 റാങ്കുകാരായിട്ട് വരുന്നത്. അങ്ങനെ ഒരു പരിശോധനയിലാണ് അവസാനം ആ റാങ്ക് ലിസ്റ്റ് തന്നെ ഫ്രീസ് ചെയ്യുകയാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ പോലീസ് കോൺസ്റ്റബിളായിട്ട് ഉള്ള അതിൻ്റെ ലിസ്റ്റിൽ പാർട്ടിക്ക് വേണ്ടി തല്ലിനും ഗുണ്ടാപ്പണിക്കും പോകുന്ന ആളുകളാണ് പോലീസ് കോൺസ്റ്റബിൾ ലിസ്റ്റിൽ വന്നതെന്നുള്ളതാണ്. പിന്നെ അതിനിടയിൽ അത് ഒരിക്കലും അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം വന്നു. അങ്ങനെ ഈ വയനാട്ടിൽ നിന്ന് ജോയിൻറ്റ് കൗൺസിലിൻ്റെ ഒരു പ്രവർത്തകൻ അറസ്റ്റ് ചെയ്യപ്പെടുകയൊക്കെ ചെയ്ത സംഭവമുണ്ടായി. പക്ഷേ ഇത്തവണ വന്നിരിക്കുന്നത് ഇതിനേക്കാളൊക്കെ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. ഇപ്പോൾ ദിവ്യ പറഞ്ഞൊരു 90 പരാതികൾ എന്ന് പറഞ്ഞു. ഈ 90 SIT രൂപീകരിക്കുന്നത് എന്തിനാണ്? SIT രൂപീകരിച്ച ഒരു പെർട്ടിക്കുലർ കേസാണ്. ഈ പ്ലാനിംഗ് കമ്മീഷൻ ചീഫ് എന്ന് പറയുന്ന തസ്തികയിലേക്ക് നടത്തിയ പരീക്ഷയിൽ ഇറഗുലാരിറ്റീസ് ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒന്ന് SIT അന്വേഷണം മുന്നോട്ട് പോകണം. അജിത ബീഗത്തിൻ്റെ നേതൃത്വം അന്വേഷണം മുന്നോട്ട് പോകണം. അതിൽ മനസ്സിലായ സോഫാർ റിവീൽഡ് ആയിട്ടുള്ള മാധ്യമങ്ങളിൽ വന്ന കാര്യം, ഈ പെർട്ടിക്കുലർ കക്ഷിക്ക് എന്താളുടെ പേര് അരുൺ ഒരു ഇടതുപക്ഷ സർവീസ് സംഘടന നേതാവാണ്. അപ്പോൾ അങ്ങേര് 1ാം റാങ്ക് കൊണ്ടുവരണം. നല്ല എളുപ്പ വഴിയാണ്. ഈ PSC എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ആൻസർ കീ പുറത്തു വിടും. പിന്നെ കുറേ സംഗതികളുണ്ട്. ആൻസർ കീ ഉണ്ട്. പിന്നെ ഈ ഡിലീഷൻ ഉണ്ടാവും. ചില ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്യും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായി വെച്ചാൽ ഈ ഇതാണ് ഡിസ്ക്രിപ്റ്റീവ് അല്ല, മറ്റേ ഇതുണ്ടല്ലോ, എന്താണ് ഒബ്ജക്റ്റീവ് ടൈം. അപ്പോൾ അതിൽ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും പിഴവ്, എന്തെങ്കിലും വീക്ക്നെസ് ഉള്ളതാണ് അവർ ഡിലീറ്റ് ചെയ്യാം. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ വിവാദമായി ഈ സമയത്ത് വിവാദമായിക്കൊണ്ടിരിക്കുകയാണ് മാധ്യമപ്രവർത്തകർ എന്ന പരീക്ഷ ഉണ്ടല്ലോ, അസിസ്റ്റൻറ്റ് ഇൻഫർമേഷൻ ഓഫീസർ. അതിലൊരു ചോദ്യം എന്താണെന്നറിയോ? സോഷ്യൽ മീഡിയ ഹാസ് ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് ഓവർ സൊസൈറ്റി. കൃത്യൻ്റെ സോഷ്യൽ മീഡിയക്ക് സമൂഹത്തിന് മേൽ വലിയ സ്വാധീനമുണ്ട്. ട്രൂ. ഇതിന് ആർക്കും ഇപ്പോൾ ദിവ്യക്കത് നോ എന്ന് ആൻസർ ചെയ്യാം, എനിക്ക് യെസ് എന്ന് ആൻസർ ചെയ്യാം. അതാണ് ഒരു PSC എന്നൊക്കെ നമ്മൾ വലിയ എന്തോ സെറ്റപ്പാണെന്നല്ലേ വിചാരിക്കുന്നത്. അവർ കൊടുത്തൊരു ക്വസ്റ്റ്യൻ്റെ സ്വഭാവമാണിത്. ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് ഇതിനെന്താ മറുപടി എഴുതുക? ഒരാൾ യെസ് എഴുതിയാൽ ശരിയാണ്, നോ എഴുതിയാൽ ശരിയാണല്ലോ. അപ്പോൾ ആ മറ്റുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്തരം ചോദ്യങ്ങൾ വരുമ്പോഴാണ് അതിൽ ഡിലീറ്റ് ചെയ്യും. ആ ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യും. എന്നിട്ട് ബാക്കി ചോദ്യത്തിൽ നിന്നാണ് ഇതെടുത്തിട്ട് മാർക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പെർട്ടിക്കുലർ എക്സാമിൽ എന്താ സംഭവിക്കുന്നത്? 52 മാർക്കിൻ്റെ 10 ചോദ്യങ്ങൾ അല്ലേ, 10 ചോദ്യങ്ങളാണ് ഡിലീറ്റ് ചെയ്യുന്നത്. അതെന്തിനാണെന്നറിയോ? ഈ സഖാവ് ആ 10 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടില്ല. ചിലത് അറ്റൻഡ് ചെയ്തിട്ടില്ല, ചിലത് എഴുതിയ തെറ്റിപ്പോയി. ആൻസർ കീ വന്നപ്പോഴാണ് ചിലത് തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ സഖാവിനെ രക്ഷപ്പെടുത്താൻ എന്താണ് വഴി? അത് മുഴുവൻ ഡിലീറ്റ് ചെയ്ത് സഖാവ് അറ്റൻഡ് ചെയ്യാത്ത ചോദ്യം വേണ്ട. ശാസ്ത്രീയമായ നിലപാട്, ശാസ്ത്രീയ സോഷ്യലിസമാണ് ശരിക്കും. അതങ്ങോട്ട് നടപ്പിലാക്കി. അപ്പോൾ സഖാവ് എന്തായി? 1ാം റാങ്കിൽ വന്നു. സഖാവിനറിയാത്ത ചോദ്യങ്ങൾ, സഖാവിന് ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ നമുക്ക് വേണ്ട. ഉത്തരം എഴുതിയ ബാക്കിയുള്ളവരെന്തായി? ബാക്കിയുള്ളവർ ഏറ്റവും പിറകിൽ റാങ്കിലേക്ക് പോയി. അതാണ് ഏതോ ഒരു ഈ പരീക്ഷയിൽ പങ്കാളിയായ ഒരാൾ, അങ്ങനെ ഈ ആൻസർ കീ ലഭ്യമാണ്. ഓരോ ആൾക്കും അവർക്ക് ലഭിച്ച മാർക്കൊക്കെ സെൽഫായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനാണ്ട് ജീവിതം ഒഴിഞ്ഞു വെച്ച ആളുകളുണ്ട്. ഈ PSCക്ക് വേണ്ടി പഠിക്കുന്ന ആളുകളുണ്ടല്ലോ. അത്
ഞാനിത് നേരിട്ട് കണ്ട ആളാണ് കേട്ടോ, അതുകൊണ്ടാണ് പറയുന്നത്. PSC റാങ്ക് ലിസ്റ്റുള്ള ഒരാളുടെ ഭർത്താവാണ് ഞാൻ. അപ്പോൾ ഇവരുടെ ഈ ഇതുണ്ടല്ലോ, ഇവർക്ക് ഇവരുടെ ഒരു കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഗ്രൂപ്പൊക്കെ ടെലഗ്രാം ഗ്രൂപ്പുകൾ, ടെലഗ്രാമിലാണ്. ടെലഗ്രാം ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഇത് മുമ്പ് ഈ കാസർകോട്ടുകാരെ എൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളായുള്ള കുറേ അധികം ആളുകൾ കാസർഗോഡ് ജോലി ചെയ്യുന്നുണ്ട്, സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ അവിടെ പോയി എക്സാം എഴുതും, അവിടെ പോയി എഴുതിയാൽ കിട്ടും. അതെന്താ കാര്യം അറിയോ, അവിടെ ആളുകൾ, എനിക്ക് നേരിട്ട് അനുഭവമുണ്ട്. അവിടുത്തെ ആളുകൾ ഇപ്പം മാറിയിട്ടുണ്ടാകാം, ഞാൻ കുറേ കാസർഗോഡ് താമസിക്കുന്ന കാലത്ത് കാര്യം പറയുകയാണ്. അവർ PSC എഴുതൂല. എന്താന്നോ, അതെ ഇവിടെ പഠിച്ച് കഴിഞ്ഞിട്ട് പണി കിട്ടാൻ പിന്നെയും പരീക്ഷ എഴുതിയേ എന്ന് ചോദിക്കും. അതൊരു ജെന്യൂൻ ക്വസ്റ്റ്യൻ ആണല്ലോ. നമ്മൾ 10ാം ക്ലാസ് കഴിയുന്നു, 12ാം ക്ലാസ് കഴിയുന്നു, ഓക്കെ, അത് കഴിഞ്ഞിട്ട് പാസ്പോർട്ട് ഒന്നും വേറെ ജോലിക്കൊന്നും പോകാത്ത ആൾ പഠിക്കുന്നു, ഓക്കെ, ഡിഗ്രി പഠിക്കുന്നു, 3 വർഷം ഡിഗ്രി പഠിച്ചിട്ട് പണി കിട്ടാൻ പിന്നെയും പരീക്ഷ. അതൊരു സംതിങ് എംബറാസിങ് ആയിട്ടാണ് അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് എന്നോട് ചോദിച്ചിട്ടുണ്ട്, പണി കിട്ടാൻ പരീക്ഷ എഴുതി, പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും പരീക്ഷ എഴുതി. അപ്പോൾ ഇതെന്താണ്, എല്ലാ കാസർഗോട്ടുകാരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു സംഗതി അവിടെ ഉണ്ട്. പക്ഷേ ദിവ്യ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞ് കോഴ്സ് കഴിഞ്ഞ് എന്താണ് ഈ PSC കോച്ചിങ്ങിന് പോകും ആളുകൾ. PSC കോച്ചിങ് സെൻറ്റേഴ്സ് ഉണ്ട്. എന്നിട്ട് പരീക്ഷ എഴുതും, എൻ്റെ റാങ്ക് ലിസ്റ്റ് വരും. ഇപ്പോൾ പുതിയൊരു കടമ്പ കൂടെ ഉണ്ട്. എന്താ അറിയോ, തിരുവനന്തപുരത്ത് പോയിട്ട് ധർണ ഇരിക്കുക സെക്രട്ടേറിയറ്റിൽ. ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് 2 സമരം അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. LPST റാങ്ക് ലിസ്റ്റുള്ള അവരിൽ ഒരാൾ നിരാഹാരമാണ് തുടങ്ങിയിരിക്കുന്നത്. ഇനി ഇന്നലെ മണിയൊന്നും മാറ്റാണ് നിരാഹാരം തുടങ്ങിയിട്ടുണ്ട്. UPST റാങ്ക് ഹോൾഡേഴ്സ് അവരും സമരം തുടങ്ങിയിട്ടുണ്ട്. അവർ ഡിഗ്രി കഴിഞ്ഞവരുണ്ട്, PG കഴിഞ്ഞവരുണ്ട്, കേട്ടറ്റ് ഉണ്ട്. കേട്ടറ്റ് എന്തൊക്കെയോ ഗ്രേഡുകളുണ്ട്, 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് PSC കോച്ചിങ് നിന്ന് PSC പരീക്ഷ ചെയ്യുന്നു, റാങ്ക് ലിസ്റ്റ് വരുന്നു. പ്രധാനപ്പെട്ട അടുത്ത ഘട്ടത്തിലേക്കാണ് അവരിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. എന്താണ്, സമരം ചെയ്യുക. ഇങ്ങനത്തെ ഒരു പരിപാടിയാണിത്. അപ്പോൾ ഈ മനുഷ്യർ എന്താണ് വേഴാമ്പലിനെ പോലെ ഇതിൻ്റെ കാത്തു നിൽക്കുന്ന ആളുകളാണ്. അവർക്ക് ഇതിൻ്റെ എല്ലാ സൂക്ഷ്മ കാര്യങ്ങൾ, അപ്പോൾ ഒരു എക്സാം വന്നു, അതിൻ്റെ റാങ്ക് ലിസ്റ്റ്, അതിൻ്റെ എന്താണ് ആൻസർ കീ, ഇങ്ങനെയൊക്കെയുള്ള കുറേ സംഗതികളിലൂടെ പോയി അവർക്കൊരു ധാരണ ഉണ്ടാവും, എനിക്ക് എത്ര മാർക്ക് ഉണ്ടാവും, ഞാൻ എത്ര റാങ്ക് ലിസ്റ്റിൽ ഞാൻ എവിടെ വരും എന്നതിനെക്കുറിച്ചൊക്കെ ഒരു ഏതാണ്ടൊരു ധാരണ അവർക്കുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കുന്ന ഏതോ ഒരു കക്ഷി പരാതി കൊടുത്താണ് ഈ പ്ലാനിംഗ് കമ്മീഷനുമായി ബന്ധപ്പെട്ട്. 5ാം റാങ്കുകാരനും ജയലാൽ എന്ന് പറയുന്നത്. ജയലാൽ എന്ന് പറയുന്ന ആൾ അന്വേഷകമാണ് ഈ ഭൂലോക ഉടായ്പ മനസ്സിലാവുന്നത്. അപ്പോൾ SIT ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ പരാതികളുടെ പ്രളയമാണ്. 90 പരാതികൾ. ഈ 90 പരാതികൾ 90 പരീക്ഷകളുമായി ബന്ധപ്പെട്ട ആയിക്കൊള്ളണമെന്നില്ല കേട്ടോ. ഒരു പരീക്ഷയെക്കുറിച്ച് തന്നെ മൾട്ടിപ്പിൾ കംപ്ലയിൻറ്റ്സ് ആകാം. എനിവേ there are 90 complaints before the team SIT. What does that mean? ഇത്രയും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം, ഒരു ഭരണഘടനാ സ്ഥാപനം, ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആമായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ, അവർ നടത്തുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ USP എന്തായിരുന്നു, അവരുടെ വിശ്വാസ്യതയാണ്. ആ വിശ്വാസ്യതയാണ് തകർന്ന് തരിപ്പണായിരിക്കുന്നത്. അപ്പം ഇത് വന്നതോടുകൂടി വാട്ട്സ് PSC ഡൂയിങ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം എഗൻ ഒരു സ്ക്രൂട്ടിനിക്ക് വിധേയമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ അപ്പോൾ ഇന്നലെ ഈ ഇവരുടെ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ധർണയിൽ സംസാരിക്കുകയാണ് ഒരു മൻസൂർ അലി എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ അറിയപ്പെട്ടൊരു ട്രെയിനറുണ്ട്, ഈ PSC ട്രെയിനർ. അങ്ങനത്തെ എഴുതുന്ന പരീക്ഷയൊക്കെ ജയിക്കുന്ന ഒരാളാണ് അയാൾ. അദ്ദേഹം പ്രസംഗിക്കുന്നൊരു കാര്യമുണ്ട്, ആൻഡ് ദാറ്റ്സ് ഫാക്ട്. കേരളത്തിൽ 3.25 കോടി ജനങ്ങളേ ഉള്ളൂ. 3.25 കോടി ജനങ്ങളുള്ള കേരളത്തിൽ PSCയിൽ 21 മെമ്പർമാരുണ്ട്. PSCയിൽ 21 മെമ്പർമാരുണ്ട്. അവരുടെ ശമ്പളം 3.5 ലക്ഷം, 3.5 ലക്ഷത്തിനടുത്ത്. ഒരു വർഷം ഇവർ പെൻഷൻ 2 ലക്ഷത്തിനടുത്ത് പെൻഷൻ. ഒരു ടെനൂർ പൂർത്തിയാക്കുന്ന ഒരാൾക്ക് 2 ലക്ഷത്തിനടുത്ത് പെൻഷൻ. ഒരു വർഷം 8.5 കോടി രൂപയാണ് ഇവന്മാരെ തീറ്റിപ്പോറ്റാൻ വേണ്ടിയിട്ട്. എഗൻ ഒരാൾക്ക് PSC വഴി ജോലി കിട്ടണമെങ്കിൽ അതിന് വിദ്യാഭ്യാസ യോഗ്യതകളുണ്ട്, ഓരോന്നിനും പ്രിസ്ക്രൈബ്ഡ് യോഗ്യതകളുണ്ട്. PSCയിൽ മെമ്പറാകാൻ അങ്ങനെ ഒരു യോഗ്യതയില്ല. അപ്പോൾ ഒരു യോഗ്യതയില്ലാത്ത ആൾക്ക് പ്രധാനമന്ത്രിയേക്കാൾ ശമ്പളം, പ്രധാനമന്ത്രിയുടെ സാലറി സ്കെയിൽ എടുക്കുക, ഈ കേരളത്തിലെ PSC മെമ്പറുടെ സാലറി സ്കെയിൽ കമ്പയർ ചെയ്യുക. പ്രധാനമന്ത്രിയേക്കാൾ ശമ്പളം പറ്റുന്ന ശമ്പള സ്കെയിലിൽ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ നിൽക്കുന്ന ആളാണ്. ഒരു ടോട്ടൽ പേർക്ക്, മന്ത്ലി പേർക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ PSC മെമ്പറാണ്. വേറസ് ഇൻ ഉത്തർപ്രദേശ് എവിടെയാണ് 25 കോടിയല്ലേ അവിടുത്തെ ജനസംഖ്യ, അവിടെ
8 മെമ്പർമാരാണുള്ളത്. UPSC ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെൻറ്റ് എക്സാംസ് നടത്തുന്ന ഏജൻസിയാണ്. അവർക്ക് 10 മെമ്പർമാരാണുള്ളത്. 11 ചെയർമൻ കൂടിയാൽ ചിലപ്പോൾ 11 ആയിരിക്കും. അപ്പോൾ ഇതെന്താണ് ഈ PSC എന്ന് പറയുന്ന ഇതെന്താണ് സാധനം, ഇതെന്താണ് സംഭവം? ഈ മെമ്പർമാർക്കൊക്കെ എന്തിനാണ് ഇത്രയും ശമ്പളം കൊടുത്ത് ഇത്ര അധികം മെമ്പർമാർ? ഇവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ മെമ്പർമാർ എന്നിട്ടൊരു എക്സാം നടത്തിയാൽ അതിൽ 10 ക്വസ്റ്റ്യൻ ഡിലീഷൻ എന്ന് പറഞ്ഞാൽ 100 മാർക്കിൻ്റെ ചോദ്യം പോലും മര്യാദയ്ക്ക് ഇടാൻ പറ്റാത്ത, കൃത്യമായ 100 മാർക്കിൻ്റെ ചോദ്യം പോലും ഇടാൻ പറ്റാത്തൊരു ഏജൻസിയായി ഈ ഏജൻസി മാറിയിരിക്കുന്നു. ഇപ്പോൾ ഉണ്ടായൊരു വേറൊരു ഡെവലപ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഡൽഹിയിലെ പ്രൊട്ടസ്റ്റ് നടന്നല്ലോ, നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതിൽ കുറേ സെലിബ്രിറ്റീസ് അതിൻ്റെ ഭാഗമായി. അപ്പോൾ ഇവർക്ക് സോഷ്യൽ മീഡിയയിൽ അവരെ ടാഗ് ചെയ്ത് ചോദ്യങ്ങൾ വരികയാണ്. നിങ്ങൾ ഡൽഹിയിലെ സമരത്തിന് വലിയ സപ്പോർട്ട് കൊടുത്തു, അതാണ്ട് ഇവിടെ ഒരു പരിപാടി നടക്കുകയാണ്, നിങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ അവർക്ക് അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു. കാരണം ദാറ്റ്സ് എ ഫാക്ട്. ഇവിടെ റാങ്ക് ഹോൾഡേഴ്സ് അവിടെ തെരുവിൽ കിടക്കുന്നുണ്ട്, ഇവിടെ റാങ്ക് അട്ടിമറിച്ചിട്ടുണ്ട്, പരാതികൾ ഇങ്ങനെ ഓരോന്നോരോന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ നീറ്റുമായി ബന്ധപ്പെട്ട് നീറ്റ് എക്സാം അതിൽ പങ്കാളികളെന്ന ജെൻസി പിള്ളേരാണ്, പക്ഷേ ഇതിൽ കുറച്ചും കൂടെ മുതിർന്ന ആളുകളാണ്. അപ്പോൾ ആ കുട്ടികൾ ഉണ്ടാക്കുന്ന അത്ര ശബ്ദം, ആ ഒരു വോയിസ് എനിക്ക് തോന്നുന്നു ഈ റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം ആ ഒരു ലെവലിലേക്ക് വളരാത്തത്. മറ്റൊരിടത്ത് പറഞ്ഞാൽ വാട്ട് ഹാപ്പൻ വിത്ത് നീറ്റ് ദ സെയിം ഈസ് വിത്ത് PSC കേരള. നീറ്റ് എന്ത് തോന്നിയാസാണോ ചെയ്തത് അത് തന്നെയല്ലേ ഇവരും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ഇൻസ്റ്റഗ്രാം ഇതിനകത്ത് ഇത് പ്രധാനപ്പെട്ട ഒരു ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സെലിബ്രിറ്റീസിന് അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു മൊമെൻറ്റ്, ഈ പെർട്ടിക്കുലർ എക്സാമുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഈ പ്രശ്നത്തെ മുൻനിർത്തി SIT അന്വേഷണം വരുന്നു. കേരളത്തിലെ PSCയെ കുറിച്ചിട്ടുള്ള ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻസ് അത് മുന്നോട്ട് വെക്കാനും അത് കറക്റ്റ് ചെയ്യാനുള്ളൊരു സന്ദർഭമായിട്ട് ഇതിനെ എടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ് അതാണ്. അജംസ് നോക്കൂ, ഞാൻ ഇന്നേ വരെ ഒരു PSC പരീക്ഷ പോലും എഴുതിയിട്ടില്ല. പല കാരണങ്ങളുണ്ട്, എഴുതിയിട്ടില്ല. സെയിം പിച്ച്. ഒരു കാരണം ഇതാണ്, എന്തിനാ എഴുതുന്ന കിട്ടില്ല, ഇവിടെ റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് പോലും ജോലി കിട്ടുന്നില്ല, സമരം നടത്തേണ്ടി വരുന്നു, പിന്നെ എന്തിനു നമ്മളൊക്കെ എഴുതണമെന്ന ചിന്താഗതിയാണ്. ഇതല്ലേ ഇപ്പോഴുള്ള ജനറേഷനിലേക്കൊക്കെ പടരാൻ പോകുന്നത്? ഇപ്പോഴുള്ള ജനറേഷനിലേക്ക് അതല്ല പടരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള വലിയ തോതിലുള്ള ജനരോഷം ആദ്യം പ്രത്യക്ഷപ്പെട്ട എവിടെയാണെന്ന് പറയുന്നത് അത് ഇൻസ്റ്റാഗ്രാമിലാണ്. നമ്മളിവിടെ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതായത് സർക്കാർ വലിയ പൈസ കൊടുത്ത് വലിയ പ്രൊപ്പഗൻഡയും PR വർക്കൊക്കെ നടത്തി സർക്കാർ അടിപൊളിയാണ്, തുടർഭരണം കിട്ടി. അതായത് ഞാൻ പറയുന്നത് 2021 ഇലക്ഷന് ശേഷമാണ് പറയുന്നത്. തുടർഭരണം കിട്ടി സർക്കാർ. ആ സർക്കാരിൻ്റെ ഈ കഴിഞ്ഞ ഇലക്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണ നേട്ടമായിട്ട് ഉയർത്തിക്കാട്ടിയെന്ന് അറിയാമോ? രാജ്യം മുഴുവൻ തൊഴിലില്ലായ്മ വർദ്ധിക്കുമ്പോൾ, കേന്ദ്ര സർക്കാർ നിയമനങ്ങൾ വെട്ടിക്കുറയ്ക്കുകയും തസ്തികകൾ ഇല്ലാതാക്കുകയും ചെയ്യുമ്പോൾ LDF സർക്കാർ 3.5 ലക്ഷത്തോളം പേർക്ക് തൊഴിൽ കൊടുത്തു, PSC വഴി റിക്രൂട്ട് ചെയ്തു. ഇത് അവരുടെ ഇതിലുള്ളതാണ്, പ്രകടന പത്രികയിലുള്ളതാണ്. അവർ നിരന്തരം അത് പ്രചാരണായുധമാക്കിയതാണ്. അപ്പോൾ ചാനൽ ചർച്ചകളിലൊക്കെ വന്നിട്ട് പറയും PSCയെ പറ്റി CPMൻ്റെ വക്താക്കൾ പറയും, ഞങ്ങൾ ധാരാളം റിക്രൂട്ട്മെൻറ്റ് നടത്തി കഴിഞ്ഞിരിക്കുന്നു, ഇത്ര റിക്രൂട്ട്മെൻറ്റ് ഇത്ര വർഷം കൊണ്ട് നടത്തി കഴിഞ്ഞിരിക്കുന്നു നിരന്തരം പറയുമായിരുന്നു. കോൺഗ്രസ്സുകാരെ UDFകാരെ നിങ്ങളും വിചാരിക്കണം നിങ്ങളുടെ ആളുകൾക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ UDFകാരെ ഒന്നും മിണ്ടൂല അതിനെപ്പറ്റി. എന്നാൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ 2022-21 കാലത്ത്, അതായത് നവകേരള സദസ്സൊക്കെ നടക്കുന്ന സമയമുണ്ടല്ലോ, അതിന് തൊട്ട് മുമ്പ് ഇൻസ്റ്റയിൽ വലിയ തോതിലുള്ള പിണറായി വിരുദ്ധതയാണ് കണ്ടൻറ്റായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ തന്നെ അത്ഭുതപ്പെടുന്നത് എന്താണ് ഇങ്ങനെ കാര്യം? സർക്കാരിനെ പറ്റി അങ്ങനെ ഈ പുതിയ തലമുറക്കിടയിൽ മോശം കാര്യം വരേണ്ട കാര്യം എന്താണ്? സർക്കാർ നല്ല സർക്കാരാണെന്നാണല്ലോ സർക്കാർ പറയുന്നത്. നമ്മൾ വിചാരിക്കും അതിരൂക്ഷമായ എതിർപ്പ്, രോഷം പുതിയ തലമുറയിൽ നിന്ന് പിണറായി വിജയൻ സർക്കാരിനെതിരെ ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ജന്തർ മന്ദറിൽ കാണുന്ന ജെൻസി ആ പ്രൊട്ടസ്റ്റ് ഉണ്ടല്ലോ, അതിന് സമാനമായ കാര്യം ഇൻസ്റ്റയിലുണ്ടായിരുന്നു. പക്ഷെ അതാരും ശ്രദ്ധിച്ചില്ല, ആരും അത്ര മൈൻഡ് ചെയ്തില്ല. ഇനി നോക്കുക, രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടന്ന ഏറ്റവും സ്പെക്ടാക്കുലറായിട്ട് സമരങ്ങളെല്ലാം PSCയുമായി ബന്ധപ്പെട്ടാണ്. എല്ലാം നമ്മൾ മണ്ണ് വരുത്തുന്ന പ്രക്ഷോഭമുണ്ടോ, അന്ന് മുട്ടിലഴിഞ്ഞ പ്രക്ഷോഭം, അങ്ങനെ പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയോ പ്രക്ഷോഭങ്ങൾ നടന്നു, പക്ഷെ ആ സർക്കാർ ഗൗനിച്ചേയില്ല. സർക്കാർ പറഞ്ഞെന്താ, ഞങ്ങൾ പണി കൊടുത്തിട്ടുണ്ട്, ജോലി കൊടുത്തിട്ടുണ്ട്, ശരിയാണ്, വലിയ റിക്രൂട്ട്മെൻറ്റ് നടത്തിയിട്ടുണ്ട്, പണി കൊടുത്തിട്ടുണ്ട്, കണക്കുകളുണ്ട്. പക്ഷെ അത് ആർക്കാണ് കൊടുത്തതെന്നുള്ളത് ഇപ്പോൾ ഈ പരാതികൾ പുറത്തു വരുമ്പോഴാണ് വെളിയിൽ വരുന്നത്. ആ യൂണിവേഴ്സിറ്റി കോളേജിലെ സംഭവം ഉണ്ടായപ്പോൾ അത് കുറച്ചൊക്കെ വന്നിരുന്നു, പക്ഷെ അത് ഏറ്റെടുക്കാൻ പ്രതിപക്ഷം കാര്യമായിട്ട് മുന്നിട്ട് നിന്നില്ല. ഈ യൂണിവേഴ്സിറ്റി കോളേജിലെ കുത്തുകേസിലെ ഒന്നാം പ്രതി വീട് റെഡി ചെയ്തപ്പോൾ വേറൊരു സാധനം കൂടി കിട്ടിയായിരുന്നു, കേരള യൂണിവേഴ്സിറ്റിയിലെ ഉത്തരക്കടലാസ്, ബ്ലാങ്ക് ഉത്തരക്കടലാസ്. ഒന്ന് ആലോചിച്ച് നോക്കുക, യൂണിവേഴ്സിറ്റിയുടെ ഉത്തരക്കടലാസ് പ്രതിയുടെ വീട്ടിൽ നിന്ന് കിട്ടുക, അതേ പ്രതിക്ക് PSC നിയമനം കിട്ടിയത് എങ്ങനെയാണെന്നുള്ള ചോദ്യം വരിക. ഇവിടെ ഇതിപ്പോൾ പ്ലാനിംഗ് ബോർഡിൽ വളരെ പ്രധാനപ്പെട്ട തസ്തികയിലായതുകൊണ്ടാണ് ആ ഉദ്യോഗാർത്ഥി
എന്ത് ചെയ്യുന്നത്, അതിൻ്റെ പുറകെ കൂടിയത്. അതല്ലാത്ത ആരെങ്കിലും കൂടും? കിട്ടിയില്ല. നമ്മുടെ ദൗർഭാഗ്യം എന്നേ പറയുള്ളൂ. അതെ ഇത് ഈ അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ ഇന്നിപ്പോൾ ഒരാളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് അയാൾ ഇതേ കാര്യം പറയുന്നുണ്ട്, ഇതാരും ഇതിൻ്റെ പിറകെ കൂടില്ല എന്നുള്ളതാണ്. അത് കിട്ടില്ല, നമുക്ക് ലക്കില്ല എന്നുള്ളത് വിട്ടുകളയും. ആളുകൾ വേറെ അടുത്ത ജോലിക്ക് പോകും, അല്ലെങ്കിൽ അടുത്ത പൈസ എഴുതാൻ വയ്ക്കും. ഇതാണ് സംഭവിക്കുന്നത്. KAS, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഈ കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാർ, അതിന് മുമ്പത്തെ സർക്കാർ കൊട്ടിക്കൊഴിച്ചുകൊണ്ടൊരു പുതിയ രീതിയാണ്. കേരളത്തിനൊരു അഡ്മിനിസ്ട്രേറ്റീവ് കേഡർ ഉണ്ടാക്കുക. ആ പരീക്ഷകൾ എന്തായിരുന്നുള്ളത് ഇപ്പോൾ അന്വേഷണത്തിൽ പുറത്തു വരുന്നുണ്ട്. അതിലാരാണ് നിയമിക്കപ്പെട്ടത്, എന്തായിരുന്നു ആ പരീക്ഷകൾ, അതിൻ്റെ ചോദ്യത്തിൻ്റെ സ്വഭാവം എന്തായിരുന്നു, അതിൻ്റെ ഉത്തരക്കടലാസ് എങ്ങനെയാണ് നോക്കിയത്. അതായത് ഇപ്പോഴത്തെ PSC ചെയർമാൻ ബൈജു, അദ്ദേഹം തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപനം മറ്റൊക്കെയാണ്. അദ്ദേഹം കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ, CPM-ൻ്റെ പോഷക സംഘടനയാണ്, അതിൻ്റെ ഭാരവാഹിയായിരുന്നു. ഈ ഇൻ്റർവ്യൂ നടത്താൻ വേണ്ടി, അതായത് അതിലെ ഓരോ PSC പരീക്ഷയിലെയും സബ്ജക്റ്റ് എക്സ്പേർട്ടും ഇൻ്റർവ്യൂ നടത്താൻ വരുന്നവരൊക്കെ ഈ അസോസിയേഷനിൽപ്പെട്ട ആളുകൾ മാത്രം. നിയമിക്കപ്പെടുന്നതെല്ലാം എന്താണ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു PSC പരീക്ഷയിൽ നിയമിതരായ ആളുകൾ മുഴുവൻ ഒരു സർവകലാശാലയിൽ പഠിച്ച ആൾക്കാർ, ഒരു പ്രത്യേക യൂണിവേഴ്സിറ്റി പഠിച്ച ആൾക്കാർ, വേറെ യൂണിവേഴ്സിറ്റി പഠിച്ച ആരും അതിൽ നിയമിക്കപ്പെടുന്നില്ല. ഇങ്ങനെ കുറേ സമാനമായ ഫിഷറീസ് സർവകലാശാല. അപ്പോൾ ഇങ്ങനെ ആ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കണം, അതിൽ നിയമനം പാടില്ല എന്ന് പറഞ്ഞ് സർക്കാരിന് കത്ത് കൊടുത്ത ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി കളഞ്ഞു. ഇതൊക്കെ ഇപ്പോഴാണ് പുറത്തു വരുന്നത്. അന്ന് ഇതൊന്നും വാർത്തയായിട്ടില്ല, ഇതൊക്കെ ഇപ്പോഴാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് PSC എന്ന് പറയുന്നൊരു ഭരണഘടനാ സ്ഥാപനമാണ്. ഇപ്പോൾ PSC ചെയർമാനെ സംസ്ഥാന സർക്കാരിന് മാറ്റാൻ കഴിയില്ല. അന്വേഷിക്കാം, പോലീസിനെ അന്വേഷിക്കാം, വിജിലൻസിനെ അന്വേഷിക്കാം, എങ്കിൽ പോലും PSC ചെയർമാനെ മാറ്റാൻ പറ്റില്ല ടെന്യൂർ പൂർത്തിയാക്കാതെ. ഇനി എന്തെങ്കിലും ഒരു ക്രമക്കേട് കണ്ടെത്തിയാൽ തന്നെ PSC ചെയർമാനെ മാറ്റണി എന്ത് ചെയ്യണമെന്നറിയാമോ? സുപ്രീം കോടതി അന്വേഷിക്കണം. പ്രസിഡന്റിനെ മാറ്റാൻ കഴിയും. സുപ്രീം കോടതി അന്വേഷിച്ച് ആ അന്വേഷണ റിപ്പോർട്ട് പ്രസിഡന്റ് കൊടുത്ത് പ്രസിഡന്റിനാണ് ഈ PSC ചെയർമാനെ മാറ്റാൻ കഴിയും. ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് അതിനൊരു SIT ആണോ വേണ്ടതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്രയും വലിയ ക്രമക്കേടുകൾ പുറത്തു വന്ന്, ഇപ്പോൾ പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് തന്നെ ഒട്ടുമിക്ക പരീക്ഷകളിലും ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ ഇത് SIT അന്വേഷിച്ച് ഇത് BNS പ്രകാരം കേസെടുക്കേണ്ട സംഭവമല്ല. ഇത് സംസ്ഥാന സർക്കാർ മുകളിലേക്ക് വിടണം, സുപ്രീം കോടതി അന്വേഷിക്കാൻ പറയണം. എന്നിട്ട് ഈ പറയുന്ന നേരത്തെ ദൗസായി ചൂണ്ടിക്കാട്ടിയ പ്രശ്നമുണ്ടല്ലോ, ഇതൊരു ബോഗസ് ഓർഗനൈസേഷനായി മാറിയിരിക്കുക. 10-20 പേര്, അന്യായ ശമ്പളം, വലിയ പെൻഷൻ, ഈ പറയുന്ന പൊളിറ്റിക്കൽ നിയമങ്ങൾക്ക് വേണ്ടി അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥാപനമായത് മാറുകയാണ്. അതുമാത്രമല്ല, ഇതിലേക്ക് പാർട്ടി സർവീസ് കമ്മീഷനാക്കി മാറ്റിയിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷം കൊണ്ട് PSC അങ്ങനെ മാറ്റിയിരിക്കുന്നു. ഘടനാപരമായ മാറ്റം വരുത്തണം, പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും മാറ്റം വരുത്തണമെങ്കിൽ സമഗ്രമായ ഒരു അന്വേഷണം വേണം. ഇത് കേവലമായി ഇതിലിപ്പോൾ അഴിമതി നടന്നോ ക്രമക്കേട് നടന്നൊക്കെ SIT-യോ അജിതാബിയോ അന്വേഷിച്ചൊരു കാര്യമല്ല. ഇത് ഘടനാപരമായ മാറ്റം വരുന്ന രീതിയിൽ ഇത് സുപ്രീം കോടതി നേരിട്ട് അന്വേഷിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. യെസ്, അതാണ് PSC ചെയർമാനോടും അംഗങ്ങളോടുമാണ്. നിങ്ങളിങ്ങനെ ലക്ഷങ്ങൾ സാലറി AC റൂമിലും AC കാറിലുമൊക്കെ അങ്ങനെ സഞ്ചരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ വയറ്റത്തടിക്കുന്നത് ഈ പറയുന്ന ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ മേലാണ്. കാരണം അവരങ്ങനെ കുടുംബത്തെ മറന്ന്, കുട്ടികളെ മറന്ന്, ഉണ്ടായിരുന്ന ജോലി പോലും വിട്ട് രാപ്പകലില്ലാതെ പഠിച്ച് അധ്വാനിച്ച് പരീക്ഷ എഴുതി ഒരു ജോലിക്ക് കാത്തിരിക്കുകയാണ്. അവരെ ഇത്രയധികം നിരാശരാക്കരുത് എന്നേ പറയാനുള്ളൂ.